പാസ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടാൽ തന്നെ അറിയുണ്ടാവും. ഈ ഒരു വലിയ പാലസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആൻഡ് ഐ എം വിത്ത് ഫേമസ് പ്ലേസ് മൈസൂർ. മൈസൂർ പാലസിന് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുള്ളത്. അപ്പം ഞങ്ങൾ ബേബിയും അബിയും അതേപോലെ അബിയുടെ മമ്മിയും ഡാഡിയും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ചെറിയൊരു വീക്കെൻഡ് ട്രിപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മൈസൂറുള്ള കുറച്ച് ടെമ്പിൾസ്, പാലസ് അതൊക്കെ വിസിറ്റ് ചെയ്യാം. അതേപോലെ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മൈസൂരിൻ്റെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്താം. ഞങ്ങളിടുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ മൈസൂർ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മൈസൂർക്ക് ഒരു 1.5 ഹവേഴ്സിലെത്തും. അപ്പോൾ അതിനിടയിൽ ഈ ഒരു റോഡിൽ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നൈസ് റോഡിൽ നിന്ന് നമ്മൾ മൈസൂർ റോഡിലേക്ക് നമ്മൾ ടേൺ ചെയ്തിട്ടുണ്ട്. അവിടെ ടേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് പിന്നെ പെട്രോൾ ബങ്ക്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് പെട്രോളൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഹലോ ബേബി, ഹലോ ബേബി, എന്താ ചെയ്യണം ബേബി? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നൈസ് റോഡ് വഴി മൈസൂർ ഹൈവേയിലേക്ക് കയറി. ഈ ഒരു റൂട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. നമുക്കൊരു 2 ഹവേഴ്സിൽ തന്നെ മൈസൂർ എത്താൻ പറ്റും. ഈ ഒരു റോഡ് സ്ട്രെയിറ്റ് എത്തുന്നത് മൈസൂരിന്റെ ഔട്ടർ റിംഗ് റോഡിലേക്കാണ്. ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലെത്തി. മൈസൂരിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ലൊക്കേഷനിലായിട്ട് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഹോട്ടൽ റിയോ മെറിഡിയൻ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ റൂം എങ്ങനെയുണ്ടെന്ന് പോയി കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു റൂം വരുന്നത്. അപ്പോൾ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ബാത്റൂം, അതുപോലെ തന്നെ ഒരു നേരെ വരുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബെഡൊക്കെ ആയിട്ട് ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. അവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് സ്പേസും അതേപോലെ ഇവിടെ ഒരു കോഫി ടേബിളും TV ഒക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ബേബിയായിട്ട് വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിവിടെ വരുന്ന ഒരു ഡീലക്സ് കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. അപ്പൊ അടുത്ത് തന്നെയാണ് നമുക്ക് എല്ലാ അട്രാക്ഷൻസും വരുന്നത്. മൈസൂർ പാലസും അതുപോലെ തന്നെ ഫിലോമിന ചർച്ച് അങ്ങനത്തെ കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് കുറച്ച് ദൂരത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു 5 minutes ഡ്രൈവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു സൗകര്യമുള്ള ഒരു റൂം തന്നെയാണിത്. അപ്പോൾ ഞങ്ങളൊരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമാണ് എടുത്തത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്തുള്ള റൂം വരുന്നത്. മമ്മി ഡാഡി എടുത്തതും ഇവിടെ അടുത്തുള്ള റൂമാണ്. നമ്മുടെ ബേബി ഇവിടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? നമ്മൾ എവിടെ എത്തിയേ? റൂമിൽ പോയി കുറച്ച് ഫ്രഷ്നപ്പ് ഒക്കെ ആയിട്ട് ഇപ്പം നേരെ പാലസിലേക്ക് പോവാണ്, മൈസൂർ പാലസിലേക്ക്. ഇനി മൈസൂർ പാലസിന്റെ കാഴ്ചകളൊക്കെ കാണാം. ഡാഡിയുടെ ഫോൺ എടുക്കാൻ നോക്കണം. നമ്മളങ്ങനെ പാലസ് പോവാണ്. ഫസ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ മൈസൂർ പാലസിലേക്കാണ് പോകുന്നത്. മൈസൂർ പാലസ് പോയിട്ട് നമുക്ക് അവിടെ കുറച്ച് മൈസൂർ പാലസ് കാഴ്ചകളും അതിൻ്റെ അടുത്തുള്ള സറൗണ്ടിങ്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാലസ് എത്തി നമ്മളിപ്പോൾ ഉള്ളിൽ പോവാണ്. പാലസിൻ്റെ ടൈമിംഗ് വന്നിട്ട് 5:30 വരെയൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ പോയിട്ട് പാലസ് കാഴ്ചകളും കാണാം. അത് ഇവിടെ തന്നെ ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് 50 rupees ഈ കാർ പാർക്കിംഗ് ചാർജസ് ചെയ്യുന്നത്. അവർ ഞങ്ങളങ്ങനെ പാലസിലെത്തിക്കുകയാണ്. അപ്പോൾ ബേബീനെ ഞാനിതാ കരിയറിൽ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. നമുക്ക് പാലസിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇതൊരു വെറും പാലസ് അല്ല,
ഇന്ത്യയിലെ താജ്മഹലിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന മറ്റൊരു പാലസ് ആണ് മൈസൂർ പാലസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ്. പക്ഷെ ഈ കാണുന്ന പാലസ് കൺസ്ട്രക്ട് ചെയ്തത് 1912 അതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വുഡൻ ടൈപ്പിലുള്ള പാലസ് ആയിരുന്നു. അപ്പൊ ഇവിടെ നടന്ന ഒരു റോയൽ വെഡിങ്ങിനിടെ അത് ഫുൾ ആയിട്ട് കത്തി നശിച്ച് പിന്നെയാണ് ഈ ഒരു പാലസ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ആർക്കിടെക്ചർ തന്നെ ഒരു മിക്സ് ആണ്. നമുക്ക് ഹിന്ദു, ഇസ്ലാമിക്, ഗോത്തിക് സ്റ്റൈൽ എല്ലാം കാണാൻ പറ്റും. അപ്പൊ ഏതൊരു ആംഗിൾ നോക്കിയാലും നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ് ഈ ഒരു പാലസിന്റെ ഉള്ളിൽ കാണാൻ പറ്റുക. അകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദർബാർ ഹാൾ, ബെൽജിയൻ ഷാൻഡലേഴ്സ്, ഗോൾഡൻ ത്രോൺ ഇതൊക്കെ കാണാൻ പറ്റും. ഈ ഗോൾഡൻ ത്രോൺ എല്ലാ ദിവസവും നമുക്ക് കാണാൻ പറ്റില്ല. പ്രധാനമായിട്ടും നമുക്ക് ദസറ ടൈമിലാണ് ഇത് പുറത്ത് വെക്കാറ്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ വരുന്നേക്കാട്ടിലും ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഒരു സൺഡേ ഒക്കെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും ഈ ഒരു പാലസ് കാണാൻ തന്നെ. അപ്പോൾ മൈസൂർ വരികയാണെങ്കിൽ അത് കാണുന്ന ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പാലസ് ഗ്രൗണ്ട്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ടെമ്പിൾ വരുന്നത്. വളരെ പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. 1949 കൺസ്ട്രക്ട് ചെയ്തുള്ള ഒരു ടെമ്പിളാണത്. ശ്രീ ലക്ഷ്മി രമണ സ്വാമി എന്ന് പറഞ്ഞ ഒരു ടെമ്പിളാണത്. പാലസിൻ്റെ ഉള്ളിൽ പോയിട്ട് വന്നു. പാലസിൽ കുറച്ച് വീക്കെൻഡ്സ് ആയതുകൊണ്ടൊന്നും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ കൂടുതൽ ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡ് ആണ് ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് വന്ന ശേഷം ഇവിടെ പുറത്ത് തന്നെ ആയിട്ട് കുറേ ടെമ്പിൾസ് ഉണ്ട്. കുറേ ഏൻഷ്യൻ ടെമ്പിൾസ് ആണ് ഇതൊക്കെ. അതായത് ഈ ഒരു പാലസ് കെട്ടുന്നതിന് മുന്നേ തന്നെ ഉള്ള ടെമ്പിളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെമ്പിൾസ് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളത് ഒരു ഏൻഷ്യൻ ശ്രീ ലക്ഷ്മി രമണസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ്ണുവിൻ്റെ അമ്പലമാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ബാക്കി അമ്പലങ്ങളൊക്കെ ഈ ഒരു നേരത്തെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ തുറന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. പാലസ് നിന്ന് നേരെ വൃന്ദാവൻ ഗാർഡൻസിലേക്ക് വന്നു. ഇവിടെ എത്തിയപ്പോൾ ഇനിയും ഏകദേശം സമയം 6:30-7 മണിയായി. പക്ഷെ ഭയങ്കര തിരക്കാണ്, ഈ ആൾക്കാരുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമോന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പുറത്തും കുറച്ച് ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം അധികം തിരക്കില്ല, ടിക്കറ്റ് എടുക്കാൻ അധികം തിരക്കില്ല. അപ്പോൾ ഓരോ ടൈമിൽ ഇങ്ങനെ ഷോ ഉണ്ട്, 10 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. എടുത്തോ ടിക്കറ്റ്? 6 വയസ്സിന് മേലുള്ളവർക്ക് എല്ലാവർക്കും 100 രൂപയാണ് ടിക്കറ്റ്. ബിലോ 6 ഇയേഴ്സ് 50 രൂപയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗാർഡൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത ഉള്ളിലെത്തി. ഉള്ളിൽ നല്ല തിരക്കാണ്. ഉള്ളിൽ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്, പുറത്തും കുറേ ഷോപ്സുകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ട് ഒരു 10 o'clock വരെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്സുകളുണ്ട്. മഴ ഇവിടെ ഈ സൈഡിൽ പോവാം. വലിയ മഴ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഫുൾ മഴയായപ്പോൾ നമുക്ക് എവിടെയും പോകാനും പറ്റിയില്ല. എല്ലാവരും മഴയത്തിപ്പോൾ നനഞ്ഞ് തിരിച്ച് ലൈറ്റ് ഷോ ഒന്നും കാണാണ്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൈസൂരിലാണ്. മൈസൂരിലെ ഡേ 2 നമ്മളിപ്പോൾ റിയോ മെറിഡിയൻ ഹോട്ടലിലാണ്. അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. റൂഫ് ടോപ്പിലാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റൂമിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരുന്നത് നോക്കാം നമുക്ക്. ഇവിടെ തന്നെ കോഫി, ടീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എഗ് ബുർജി ഉണ്ട്,
പിന്നെ അതേപോലെ ബോയിൽഡ് വെജിറ്റബിൾസ്, ഓട്സ്, ബേക്ക്ഡ് ബീൻസ്, പിന്നെ കേസരി വരുന്നുണ്ട്, ഉപ്മാ വരുന്നുണ്ട്, വെജ് കുറുമ, പൂരി, പിന്നെ വട, ഇഡ്ഡലി, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ജ്യൂസും കട്ട് ഫ്രൂട്ട്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ വേദു റെഡിയായി, രാവിലെ എല്ലാവരും റെഡിയായി വന്നിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ചാമുണ്ടീശ്വരി ടെമ്പിളിലെത്തി. ഈ ചാമുണ്ടി ഹിൽസിലാണ് ഉള്ളത്. നല്ല ക്ലൈമറ്റ് അല്ലേ ഇവിടെ വരുമ്പോൾ തന്നെ? മഴ പെയ്യാണ്ടിരുന്നാൽ മതി. എന്തായാലും വരുമ്പോൾ തന്നെ ഇവിടെ ഫുൾ മാർക്കറ്റ്സ് ആണ്. ടെമ്പിൾ എൻ്റർ നമുക്ക് ചെയ്യണം മുന്നിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ചാമുണ്ടി ഹിൽസിൻ്റെ മുകളിലാണുള്ളത്. ദ മോസ്റ്റ് ഫേമസ് ചാമുണ്ടേശ്വരി ടെമ്പിളിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ഷോപ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വേദം ഫുൾ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. ഒരു 800 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ ചാമുണ്ടേശ്വരി ടെമ്പിൾ എന്ന് പറയുന്നത്. മൈസൂരിൻ്റെ ഒരു ഫേമസ് ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഈ ഒരു ടെമ്പിൾ വന്നിട്ട് മഹിഷാസുരനെ വധിച്ച ദുർഗാദേവീൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി കാണാം. ഭയങ്കര ക്രൗഡഡ് ആണ്. നമ്മൾക്ക് ഇപ്പോൾ ഇത് വന്നിട്ട് 100 rupees ലൈനാണ്. അതിന് നല്ല ഫുൾ ക്രൗഡഡ് ആണ് ഇവിടെ നമുക്ക്. ചാമുണ്ടേശ്വരി ടെമ്പിൾ പോയ ശേഷം ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത് ഫിലോമിന ചർച്ചിലേക്കാണ്. മൈസൂരിൻ്റെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണ് ഈ ഒരു സെയിൻറ്റ് ഫിലോമിനയുടെ ചർച്ച് എന്ന് പറയുന്നത്. പണ്ടത്തെ രാജാവ് പണിത ഒരു ബ്യൂട്ടിഫുൾ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ചർച്ചാണിത്. അപ്പോൾ എന്തായാലും ചർച്ചിൻ്റെ ഉള്ളിൽ പോയി നോക്കാം നമുക്ക്. അപ്പോൾ സെയിൻറ്റ് ഫിലോമിനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചർച്ചാണിത്. അപ്പോൾ അന്നത്തെ രാജാവിന് വന്നിട്ട് ഒരു ഫോറിൻ കൺട്രി വിസിറ്റ് ചെയ്തപ്പോൾ ഈ സെയിൻറ്റ് ഫിലോമിനെ പറ്റി അറിയും. അതുകൊണ്ട് ഇവിടെയും ഒരു ചർച്ച്, മൈസൂരിലും ഇതിനൊരു ചർച്ച് വേണമെന്ന് പറഞ്ഞ് പണിത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ഗോത്തിക് സ്ട്രക്ചർ, ഗോത്തിക് ആർക്കിടെക്ചറൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. എന്നാലും വളരെ ഭംഗിയുള്ള ചർച്ചാണ്. നമുക്ക് പോയി കാണാം. വൺ ഓഫ് ദി ലാർജസ്റ്റ് ചേർച്ച് ആണ് ഇന്ത്യയിൽ തന്നെ. ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ചേർച്ചും ആണ്. പിന്നെ ഒരു ഗോത്തിക് ആർക്കിടെക്ചറിൽ ചെയ്ത ഒരു ചേർച്ചാണ്. ഇവിടെ വരികയാണെങ്കിൽ ഫോട്ടോ ചെയ്യണമെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഉള്ളിലും പോകാൻ പറ്റും, ചേർച്ചിൻ്റെ ഉള്ളിലും പോകാൻ പറ്റും.
ഇതാണ് ഒറിജിനൽ മൈസൂർ പാക്കിൻ്റെ OG മൈസൂർ പാക്ക് ഷോപ്പ് എന്ന് പറയുന്നത്. ഗുരു സ്വീറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ റഷാണ്. നമുക്കിവിടെ പോയിട്ട് നമുക്ക് നോക്കാം ഇവിടുത്തെ മൈസൂർ പാക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഗുരു സ്വീറ്റ്സിന് മൈസൂർ പാക്ക് വാങ്ങി. ഇവിടെ മൈസൂർ പാക്ക് ഇങ്ങനെ കട്ടായിട്ടല്ല, ഫുള്ളായിട്ട് നമ്മൾ പാൽഗോവയൊക്കെ ഉള്ള പോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട് ടേസ്റ്റ് അവിടെ? നല്ല നെയ്യൊക്കെ ഒഴിച്ചൊരു റോയൽ ഫീലിംഗ് ഉള്ള ഒരു മൈസൂർ പാക്കാണ്. നമ്മൾ കുറച്ച് സാരി ഷോപ്പിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെയുള്ള കാവേരി സിൽക്ക് എംപോറിയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. മൈസൂരിൽ നിങ്ങൾക്ക് സാരി പർച്ചേസ് ചെയ്യാൻ ഇവിടെയുള്ള KSICന്റെ സിൽക്ക് എംപോറിയംസ് നിറയെ ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ സാരി എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. അപ്പൊ മൈസൂർ സിൽക്ക് ആണോ നമുക്ക് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ സാരിയിലും QR കോഡോ ഹോളോഗ്രാമോ ഉണ്ടായിരിക്കും. അപ്പൊ അത് സ്കാൻ ചെയ്താൽ നമുക്ക് സാരി ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മൈസൂർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈസൂർ സിൽക്ക് സാരി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കടയിലേക്കൊക്കെ വരാം. മൈസൂരുള്ള ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട്. ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ശരി കുറച്ച് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് എല്ലായിടത്തും ചോദിച്ചു പറഞ്ഞത് ഈ ഒരു ഖാൻ ദർബാർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൻ അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉറക്കമായി. അവനും കുറച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഉറക്കമാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ വീക്കെൻഡ് ആയിട്ട് ബാംഗ്ലൂരിന് അധികം പ്ലാൻ ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റോഡ് ട്രിപ്പിൽ ഒന്നാണ് മൈസൂര്. അപ്പോൾ നല്ല റോഡ്, നല്ല ഫുഡ്, ഷോപ്പിംഗ് എല്ലാം ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ അധികം ആലോചിക്കേണ്ട, മൈസൂർ നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷനുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട്സ്.